ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി അജ്മഈൻ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മഹല്ല് മുദ്ദരിസ് ഉസ്താദ് അബു സ്വാലിഹ് ഉസ്താദ്, മറ്റു ഇൽമ് എന്നുള്ള ഒരേ ഒരു ചിന്തയിലൂടെയാണ്. ഇൽമ് പഠിപ്പിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് മറ്റുള്ള ആളുകളിലേക്ക് അതിന്റെ തനതായ രൂപത്തിൽ എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ദൗത്യം. അതാണ് മഹാന്മാർ അവിടുത്തെ കിതാബിലൂടെ ഉദ്ധരിക്കുന്നത്. ഇവിടുത്തെ മുദരിസ്താദും മറ്റു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും മറ്റു ഉസ്താദുമാർക്കൊക്കെ അറിയാവുന്നതാണ്. ഇസ്തിഗാലും ബിൽ ഇൽമി അഫ്ളലു ത്വആത്ത്. ആ ഒരേ ഒരു പാതയിലൂടെയാണ് മഹാനായ സദഖത്തുല്ലാഹ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർ ജീവിച്ചത്. ഇൽമു പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ മാത്രമല്ല, അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇൽമു പഠിപ്പിക്കും, പ്രചരിപ്പിക്കും, മുതഅല്ലിമീങ്ങളെ വളർത്തും, വലിയ വലിയ ആലിമീങ്ങളും മുദരിസുമാരെയും വളർത്തിയെടുക്കും. പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഒരു മസ്അല പറയുമ്പോ അത് അതിന്റെ തനതായ രൂപത്തിൽ ഏത് വിധേനയാണോ ആളുകളിലേക്ക് കൈമാറേണ്ടത് അതിന്റെ രൂപത്തിൽ കൈമാറാൻ പഠിപ്പിക്കുക. ഞങ്ങൾ ഉസ്താദൊക്കെ പറയും, നിങ്ങൾക്ക് എന്തും അറിയില്ലെങ്കിലും വേണ്ടില്ല, ദുആ ഇറക്കുമ്പോ അത് അതിന്റെ മട്ടത്തിൽ ദുആ ചെയ്യുക. അതേപോലെ മൗലിദ് ഓതുമ്പോ അതിന്റെ ഫാൾട്ടുകൾ ശരിയാക്കിയിട്ട് നാം അത് ചെയ്യണമെന്നാണ്. ഏതെന്ന് വെച്ചാൽ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിലല്ല ഉള്ളത്. ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോ
ഇപ്പൊ പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ വലിയ നിസ്കാരക്കാരാണ്. അധിക ആളുകൾ നിസ്കരിക്കുന്നവരാണ്. പക്ഷേ നിസ്കരിക്കുക എന്നുള്ളതിലല്ല നാം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരം ശരിയാകുന്നുണ്ടോ എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടതുള്ളത്. നിസ്കരിക്കുമ്പോ തന്നെ ഒരാളെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിലപ്പോ 4-3 ഇളക്കങ്ങൾ, ഇഷ്ടംപോലെ ഇളക്കം അവരുടെ നിസ്കാരത്തിലുണ്ടാകും. ഇപ്പത്തെ യുവാക്കളുടെ ഫാന്റ് തന്നെ നോക്കുമ്പോൾ പണ്ടൊക്കെ ഫാന്റ് ഇട്ടാൽ അവിടെ നിൽക്കുമായിരുന്നു, ഇപ്പൊ ജാറിക്കൊണ്ടിരിക്കും, ബലിക്കും, പിന്നെ പോകും, പിന്നെ പോകും. ഇങ്ങനെ നിസ്കാരത്തിലും അത് തന്നെ ആവർത്തിക്കുന്നു. അതേപോലെ നിസ്കാരത്തില് പൊക്കിള് കാണുന്ന അവസ്ഥ, ഷർട്ട് പാന്റ് ഇട്ടാൽ ഒരു 2 കൈ പൊന്തിച്ചാൽ ആളുകളുടെ പൊക്കിള് കാണും. ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രധാരണയിലൂടെ മനുഷ്യന്മാരെ ഓരോ പ്രവർത്തനങ്ങളും, അതേപോലെ ഹദ്ദാദാവട്ടെ മറ്റുള്ള ദിക്റുകളാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ഓതുമ്പോൾ തന്നെ നമ്മൾ സ്പീഡിൽ ഓതും, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വൽ ഖദീർ. ഇങ്ങനെയൊക്കെ ഓതുന്ന പല രീതിയിലും. പക്ഷേ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്, നാം ദിക്ർ ചൊല്ലുക, നിസ്കരിക്കുക, ഇബാദത്തെടുക്കുക, ഖുർആൻ ഓതുക എന്നുള്ളതല്ല. അത് അതിന്റെ മട്ടത്തിൽ. ചിലപ്പോ റമദാനൊക്കെ വരുമ്പോ റമദാനിൽ ഇഷ്ടംപോലെ ഖത്തം തീർത്തിട്ടുണ്ടാകും. പക്ഷെ അതേപോലെ അതിൽ ഇഷ്ടംപോലെ തെറ്റുകളും ഉണ്ടാകും. ആ തെറ്റുകളാണ് നാം പരിഹരിക്കേണ്ടത്. ഒരു ഖത്തമോ അല്ലെങ്കിൽ ഒരു ജുസോ അല്ലെങ്കിൽ ജുസിന്റെ ഒരു പേജിന്റെ ഒരു പകുതിയോ നമ്മൾ ഓതിയാൽ അത് ഏത് രീതിയിലാണ് ഓതിയിട്ടുള്ളത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. കുറെ ഓതി കുറെ ചൊല്ലി എന്നുള്ളതിലല്ല. ഏതായിരുന്നാലും മഹാനായ താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവരെ പറ്റി അധികം അറിയില്ലെങ്കിലും അറിയുന്നത് പോലെ പറയുകയാണ്. അവരൊക്കെ ആ മഹാന്മാർ ജീവിച്ചത് ഇപ്പോ ഉദാഹരണത്തിന് ഏതൊരു മസല നമ്മൾ ഒരു ലേഖനത്തിൽ കൊടുത്താൽ അത് തെറ്റുണ്ടെങ്കിൽ അത് അടുത്ത ലേഖനത്തിൽ തിരുത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതാൻ മടിക്കുകയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് തിരുത്തി എന്ന് പറഞ്ഞിട്ട് തിരുത്തി എഴുതാൻ മടിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് നാം ചിന്തിക്കേണ്ടത്, തിരുത്ത് എന്ന് പറഞ്ഞിട്ട് തിരുത്തി എഴുതിയാൽ നാം ദുന്യാവിൽ അതിലുപരി ആഖിറത്തിൽ രക്ഷപ്പെടും. അതേ സമയത്ത് തിരുത്ത് എന്ന് പറഞ്ഞിട്ട് നാം തിരുത്തിയിട്ടില്ലെങ്കിൽ മഹാനായ താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിറഹുൽ അവരെല്ലാം വലിയ വലിയ മഹാവ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർ കളവ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ മസ്അല ആരാണോ കിതാബ് രചിച്ചത് അവരെ മേൽ നമ്മൾ കളവ് വെച്ച് ചുമത്തിയതുപോലെ ആയിരിക്കുമെന്ന്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന് നമ്മുടെ ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഏത് വിധത്തിൽ അതിനെ പ്രചരിപ്പിക്കണമെന്ന് നമ്മുടെ മശായിഖന്മാര് അവരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് നമ്മളൊക്കെ പല സമയത്തും ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ക ഹഖ്കൻ വർസുഖ്ന ഇത്തിബാഅഹു വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന. ഹഖിനെ ഹക്കായി മനസ്സിലാക്കാൻ, ബാത്തിലിനെ ബാത്തിലാക്കി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാന്മാര് കാണിച്ചു തന്ന പാതയിലൂടെ ചലിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഓരോ കർമ്മങ്ങള് എല്ലാ വിധത്തിലും, നിസ്കാരം മുതൽ ഏത് ഇബാദത്തുകളാവട്ടെ, അത് അതിന്റെ തനതായ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേപോലെ നിസ്കാരത്തിന്റെ ഓരോ മസാലകൾ മറ്റുള്ളതൊക്കെ. ഏതായിരുന്നാലും നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഒരു ശഅബാൻ മാസം, ഇനി വരുന്നത് നമ്മളിലേക്ക് റമദാന്, അതേപോലെ അടുത്തതായിട്ട് വരുന്നത് ബറാഅത്ത് രാവ്. ഈ ബറാഅത്ത് രാവ് എന്ന് പറയുമ്പോൾ വളരെ മഹത്തായ ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവ് ബറാഅത്ത് രാവാണെന്ന് മഹാന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ അങ്ങനത്തെ രാവുകളെ നാം ഉപയോഗപ്പെടുത്തുക. റിസ്ക് വിശാലമാകാൻ, ആയുസ് നീളാണ്. അതേപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, ഇങ്ങനെ 3 യാസീൻ നമുക്ക് ബറാഅത്ത് രാവിലെ ഓതാനുണ്ട്. അതേപോലെ ഒരു വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് കണക്കാക്കിയ ആയുസ്, റിസ്ക്, ഓരോ കാര്യങ്ങളും, അഥവാ നമ്മുടെ ഒരു കൊല്ലത്തെ വരവ് ചെലവ് അവതരിപ്പിക്കുക എന്നുള്ളത് പോലെയാണ് ബറാഅത്ത് രാവ്. ഈ ബറാഅത്ത് രാവ് വരുമ്പോ ഒരു ആള് ഇനി അടുത്ത വർഷം, ഇനി ഒരു വരുന്ന ബറാഅത്ത് രാവ് വരെ എന്തൊക്കെ ചെയ്യണം, എത്രയൊക്കെ ആളുകൾ ഇനി ഒരു ബറാഅത്ത് വരുന്നതിന് മുന്നേ മരിക്കും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്യുന്ന ഒരു രാവാണ് ബറാഅത്ത് രാവ്. ഈ ഒരു ബറാഅത്ത് രാവ് എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ആർക്കും ഒരു തർക്കവും അഭിപ്രായമില്ലാത്തതാണ്. ബറാഅത്ത് രാവ് പുണ്യമുള്ള രാവാണ്, വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തൗബ ചെയ്യുന്നവരുണ്ടോ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുണ്ടോ, ചോദിച്ചു കൊള്ളുക, ഞാൻ തരാം. അതേപോലെ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഇജാബത്ത് തരാം. പക്ഷേ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് വളരെ അപൂർവമാണ്, കുറവാണ്. ഏതെങ്കിലും 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക, അതിലുപരി നാം ദുആ ചെയ്യുന്നത് വളരെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അവനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക. ചോദിക്കുക എന്നുള്ളത്, ദുആ എന്നുള്ളത് ഒരു ഇബാദത്താണ്. അതേ സമയത്ത് നമ്മളോട് ആരെങ്കിലും ചോദിച്ചുകൊണ്ടേയിരുന്നെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഒരാൾ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് കൈകാട്ടിക്കൊണ്ടിരുന്നാൽ നമ്മളൊക്കെ അവൻ ആക്ഷേപിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. എത്ര ചോദിച്ചാലും മടുപ്പ് വരാത്ത, എത്ര ചോദിച്ചാലും ദേഷ്യം വരാത്ത, എത്ര ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്നേഹം കൂടി വരുന്ന ഒരു പ്രവണതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അവന്റെ പരിശുദ്ധ ഖുർആൻ കൂടി ഉണർത്തുകയും ചെയ്തത്. അതേപോലെ നാം ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും എല്ലാ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ദുആ ചെയ്തുകൊണ്ടിട്ട് മാത്രമല്ല, നമ്മുടെ മക്കൾ സ്വാലിഹാകണം. മക്കൾ സ്വാലിഹാകാൻ നാം മാതാപിതാക്കൾ വേറെ ആളുകളോട് പോയി ആവലാതെ പറയേണ്ടതില്ല. മാതാപിതാക്കൾ തന്നെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് വളരെ, പക്ഷെ നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്ത പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവന്റെ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ 2 പേരും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ, നമ്മുടെയൊക്കെ മുറാദുകളെല്ലാം ഹാസിലാക്കുമാറാവട്ടെ. മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവരുടെ തിരുനോട്ടവും മദതും കിട്ടുന്ന മജ്ലിസിലും നമ്മളെ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഓരോരുത്തരും മുറാദുകളെല്ലാം ഹാസിലാക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന മഹാനായ ഇവിടുത്തെ സദർ ഉസ്താദ് അലി വഹബി അവറുകൾ, അതേപോലെ പല ഉസ്താദുമാരും, പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹല്ലത്തിലുള്ള മുദരിസ് ഉസ്താദ് അവറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള മനപ്രയാസങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു തആല അകറ്റി കൊടുക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ GM ഫുർഖാൻ ഉസ്താദ് മഹല്ല്, അദ്ദേഹത്തിന് അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ മഹല്ല് പ്രസിഡന്റ്, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടിലുള്ള ഓരോ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ എല്ലാവരുടെ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ, ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.